ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു ടേസ്റ്റിലുള്ള ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചെമ്മീൻ നന്നാക്കി എടുത്തിരിക്കുന്ന പരിപ്പാണിത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കാവേ. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എണ്ണ ചൂടായി വന്ന സമയത്ത് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ട്രിപ്പായിട്ടോ ഞാൻ ഇതൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒരു ചെമ്മീൻ മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം കേട്ടോ ഫ്രൈ ആക്കാൻ. ഇനി നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ആ ഒരു ചെമ്മീൻ വറുത്തിരുന്ന ഒരു എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ എണ്ണയിലേക്ക് ഒരു 12 വെളുത്തുള്ളിയും അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും പൊടിയായിട്ട് കൊത്തിയരിഞ്ഞെടുത്തതാണ്. ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് അളവിൽ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു റോസ്റ്റിനില്ലേ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടണേ. ആ ഒരു ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഉള്ളി പെട്ടെന്ന് അങ്ങ് വാടി കിട്ടിക്കോളുവേ. ആ ഒരു ഉള്ളിയുടെ കളറ് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ചേർത്തിരിക്കുന്ന ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇത് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളി ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയും കൂടി നമുക്കൊന്ന് വേവിച്ചിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നല്ലതുപോലെ തിളപ്പിച്ച വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. 2-3 പ്രാവശ്യത്തെ മിക്സ് ആക്കലിൽ നമ്മുടെ തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ആക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി ഒരു മസാലയും ചെമ്മീനൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പിലയും കൂടി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ചെമ്മീൻ മേടിക്കുന്ന ഒരു സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാലേ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യട്ടെ. നമ്മുടെ ട്രൈ ആൻഡ് ടേസ്റ്റി പറയുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.